ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതമിനോട് ഇങ്ങനെ പാറു പറയാണ്, ഏട്ടനും അനിയനും ഒരുമിച്ചപ്പോൾ ഞാൻ വല്ലാതെ അങ്ങ് സന്തോഷിച്ചു പോയി. പക്ഷേ അത് ഇങ്ങനെ ഒരു കലഹത്തിനായിരുന്നു എന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാറു പൊട്ടിക്കരയാണ് കേട്ടോ. ഈ സമയം നിധിയുടെ മുഖത്ത് നോക്കിയിട്ട് ഗൗതം പറയാണ്, എവിടെയോ എന്തോ ചതി നടന്നിട്ടുണ്ട്, അത് ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും എന്ന് ഗൗതം പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിലോ പ്രണവിനെയാണ് കാണിക്കുന്നത്. പ്രണവ് ഇങ്ങനെ ശിവാനിയോട് പറയാണ്, ഈശ്വരാധീനം അല്ലാതെ എന്ത് പറയാൻ, എൻ്റെ കുഞ്ഞിപ്പോൾ നഷ്ടപ്പെട്ടിരുന്നു. ഈശ്വരൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ എനിക്കെൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടി. ഞാനിപ്പോൾ അമ്പലത്തിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ ഇത്രയും ക്രൂരത എന്നോട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അത് കേട്ട ഉടനെ ശിവാനി പറയണേ, നീ ഏട്ടനെ ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിറകെ നടക്കുകയായിരുന്നല്ലോ. ഞാനൊരു ഗർഭിണിയാണെന്നുള്ള ആ ഒരു ഇതുപോലും എന്നിൽ ഉണ്ടായിരുന്നില്ലല്ലോ. അവർ നിന്നെ ശുശ്രൂഷിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഒപ്പം നടന്നത്. അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല. ഏട്ടനും ഏട്ടത്തിയും പഴയ ഏട്ടനും ഏട്ടത്തിയായി എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത്. പക്ഷേ നീ പറഞ്ഞതുപോലെ അവർക്കുള്ളിൽ നീ ആദ്യം ഗർഭിണിയാവുന്ന അസൂയ ഉണ്ടെന്ന് എനിക്കൊരിക്കലും ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും പറയണ്ട. നിനക്കിനി വലിയ ആപത്തെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമ്പോൾ എനിക്കൊരാപത്തും സംഭവിച്ചിട്ടില്ല. നീ എന്തായാലും അവരെ തിരിച്ചറിഞ്ഞല്ലോ, എനിക്കത് മതി എന്നൊക്കെ പറയുമ്പോൾ അതെന്താ നീ അങ്ങനെ പറയുന്നത്? അല്ല, നീ അവരുടെ യഥാർത്ഥ മുഖം നീ തിരിച്ചറിഞ്ഞല്ലോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയാണല്ലേ. അല്ല, എൻ്റെ ഒരു പേടി ഞാൻ പറയട്ടെ. ഇനിയിപ്പോൾ ഒരു പക്ഷേ നിനക്ക് ഇതിനു മുന്നേയുള്ള ഭക്ഷണത്തിലൊക്കെ അവർ നിനക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടാവണാവോ? എൻ്റെ കുഞ്ഞ് എനിക്ക് നഷ്ടപ്പെടുമോ? ഈശ്വര, പെട്ടെന്ന് നമുക്ക് ആ ഡോക്ടറെ അടുത്തോട്ട് പോവാം. വാ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു ഡോക്ടർ ഉണ്ടാവും, നിന്നെ ഒന്ന് കാണിക്കട്ടെ. അത് കേൾക്കുന്ന ശിവാനി, ഈശ്വര, ഇവൻ വീണ്ടും നാലുകാലിൽ തന്നെയാണല്ലോ വീഴുന്നത്, ഇവൻ എന്നെ കുരുക്കുകയാണല്ലോ എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ ശിവാനി വീണ്ടും എന്താ ആലോചിക്കുന്നതെന്ന് പ്രണവ് ചോദിക്കാനിട്ടാ. അപ്പോൾ ഉടനെ ഒന്നുമില്ല എന്നും പറയുമ്പോൾ പ്രണവ് പറയണേ, വേഗം വാ, നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലോട്ട് പോവാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാൻ നോക്കി ശിവാനി. ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? കുഞ്ഞിൻ്റെ ചെക്കപ്പ് നടത്തണം. ഈ സമയം ശിവാനി ചിന്തിക്കുന്നത്, കുഞ്ഞിൻ്റെ ചെക്കപ്പ് നടത്തി കഴിഞ്ഞാൽ ഇപ്പോൾ നിനക്ക് കിട്ടുന്നത് കുഞ്ഞായിരിക്കുമല്ല, ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യുന്ന ഷവർമയുടെ ആ ഒരു ചെക്കപ്പ് ആയിരിക്കും എന്നിങ്ങനെ ശിവാനി പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം ശിവാനി പറയണേ, എന്താ നീ ആലോചിക്കുന്നതെന്ന് വീണ്ടും ശിവാനിയോട് ചോദിക്കുമ്പോൾ ശിവാനി പറയണേ, ഒന്നുമില്ല പ്രണവ്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്കില്ല. ഇപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളില്ല. ഇതിപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെ ഞാനും നീയും രക്ഷപ്പെട്ടു. ഇനി പേടിക്കേണ്ടതില്ല. എന്തായാലും കുഞ്ഞിന് യാതൊരുവിധ കുഴപ്പമില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. സത്യമാണ് ശിവാനി, അതെ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും എൻ്റെ ഏട്ടനെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല, എൻ്റെ ഏട്ടത്തെ ഇനി വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നു കേട്ടോ. പിന്നീടാണെങ്കിൽ വസുന്ധര എന്തൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. വസുന്ധരയ്ക്ക് ഇതത്ര അങ്ങ് പൊരുത്തപ്പെട്ടിട്ടില്ല. എങ്ങനെ ഡോക്ടർ ശിവാനിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അതാണ് വസുന്ധരയെ ഇങ്ങനെ ആശയക്കുഴപ്പത്തിലായിരിക്കുന്ന. അത്രമാത്രം വലിയവളൊന്നല്ല, അത്രമാത്രം സ്റ്റാറ്റസ് ഉള്ളവളും അല്ലല്ലോ ഈ ശിവാനി എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ശിവാനി ചിരിച്ചും കൊണ്ട് അങ്ങോട്ടേക്ക് കടന്നു വരുന്നത് കേട്ടോ. എൻ്റെ ആൻറ്റി, ദൈവാധീനം, ഈ പ്രണവ് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്നെ ഈശ്വരൻ രക്ഷിച്ചത്. ആ സമയം തന്നെ ആ ഡോക്ടർ എന്നെ കല്യാണം വിളിക്കാൻ വന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടില്ലേ എന്നവിടെ പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണേ, ശിവാനി, നീ ഇവിടെ കയറുന്നതിന് മുന്നേ നീ ഒരു നടിയാവണം എന്നൊക്കെ പറഞ്ഞ് പല നാടകത്തിലും നീ പോയിട്ടുണ്ട്, പല സിനിമകളിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞ് ആ വാതിൽ വരെ നീ എത്തിയിട്ടുണ്ട്. എന്നാൽ ആ നാടകം ഈ വസുന്ധരയെടുത്ത് വേണ്ട, ഈ ഈശ്വരമംഗലത്ത് വേണ്ട. എന്താ ആൻറ്റി ഇങ്ങനെ ഒരു ചോദ്യവും പറച്ചിലൊക്കെ? ആൻറ്റി എന്താ എന്നെ ഒരു സംശയിക്കുന്നത് പോലെ? പിന്നെ ഞാൻ നിന്നെ സംശയിക്കാതിരിക്കേ? ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് നീയല്ലേ? എന്താ ആൻറ്റിക്ക് അങ്ങനെ തോന്നാൻ? എനിക്കിതൊന്നും അറിയില്ലെന്ന് നീ വിചാരിച്ചോ? ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് നീ തന്നെയാണ്. കാരണം നിധി ഒരിക്കലും ഒരു കുഞ്ഞിനെ കരയാനുള്ള അത്രയും വലിയൊരു മനസ്സൊന്നും നിധിക്കില്ല. അതെനിക്ക് നന്നായി അറിയാം. അവൾക്കതിന് കഴിയത്തുമില്ല, അവൾ അങ്ങനെ ചെയ്യുകയില്ല. അബോർഷനുള്ള മരുന്നൊന്നും ഒരിക്കലും വാങ്ങിക്കൊണ്ടുവരില്ല. ഇത് നിൻ്റെ ബുദ്ധിയാണെന്ന് എനിക്ക് മനസ്സിലായി. ആൻറ്റി കണ്ടുപിടിച്ചൂലേ? ഞാൻ കണ്ടുപിടിച്ചു. പക്ഷേ എൻ്റെ സംശയം അതല്ല, നിന്നിലോട്ട് തന്നെയാണ് നീങ്ങിയിരിക്കുന്നത്. അത് കേൾക്കുന്ന ശിവാനി, എന്താ ആൻറ്റി എന്നിലോട്ട് നീങ്ങി എന്ന് പറയുന്നത്? അല്ല, ഡോക്ടറുമായി നിനക്കെങ്ങനെ ബന്ധം? ഡോക്ടറുമായി നിനക്കൊരു ബന്ധം വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ നിലവാരമൊന്നും നിനക്കില്ലല്ലോ. അത് കേട്ട ഉടൻ തന്നെ, എന്താ ആൻറ്റി എന്നെ ഇങ്ങനെ കുറച്ച് കാണുന്നത്? അല്ല, നീയും നിധിയും ഒരേ തറവാട്ടിൽ നിന്ന് വന്നവർ തന്നെയല്ലേ? നിങ്ങൾക്കൊന്നും പേരും പ്രശസ്തി ഇല്ലാത്ത ആളുകളല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഈ ഡോക്ടറുമായി ബന്ധമുണ്ടാവുന്ന? അത് പിന്നെ ആൻറ്റി, സത്യം പറ ശിവാനി, നീ എന്തെങ്കിലും ഉടായ്പകൾ നിൻ്റെ കയ്യിലുണ്ടോ? നീ എന്തെങ്കിലും ഉടായ്പ നടത്തിയിട്ടുണ്ടോ? അത് കേട്ട ഉടനെ ശിവാനി പറയണേ, ആൻറ്റി എന്താ എന്നെ ഇങ്ങനെയൊക്കെ സംശയിക്കുന്നു? ഈശ്വര, ഇവരുടെ മനസ്സിൽ എന്നോടുള്ള സംശയം മുളപൊട്ടിയിരിക്കുന്നു. എന്നാൽ അത് ഇല്ലാതാക്കണമല്ലോ എന്നും മനസ്സിൽ ചിന്തിച്ചേ. എന്താ നീ ആലോചിക്കുന്ന ശിവാനി എന്ന് വസുന്ധര ചോദിക്കുമ്പോൾ ഉടനെ ശിവാനി പറയണേ, ആൻറ്റി സംശയിച്ചത് ശരി തന്നെയാണ്. ഞാൻ വിശേഷമുണ്ടെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞപ്പോൾ പല പ്രാവശ്യങ്ങളായി ഞാൻ ഇങ്ങനെ ഒരു ആവശ്യവുമായി നിധി ഒന്ന് കുരുക്കാനുള്ള ഒരു ആവശ്യവുമായി ഡോക്ടറുടെ
മുന്നിലോട്ട് ചെന്നു. നിധി എന്നെ അപായപ്പെടുത്തുമെന്നൊരു പേടി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ അവരുടെ കാല് പിടിച്ച് ഡോക്ടറോട് കെഞ്ചിക്കൊണ്ട് ഇങ്ങനെ ഒരു നാടകം ഞാൻ നടത്തിയത് തന്നെയാണ്. നിധിയെ ഈ വീട്ടിൽ നിന്ന് തുരത്തണമല്ലോ, അതാണല്ലോ എൻ്റെ ലക്ഷ്യം. ആൻറ്റിയുടെ ലക്ഷ്യം അതാണല്ലോ. അതിനു വേണ്ടി ഇങ്ങനെ ഒരു കുരുക്ക് വഴി ഞാൻ എടുത്തത് തന്നെ എന്ന് പറയുമ്പോൾ, നീ ആൾ കൊള്ളാലോ, ഒരു ഡോക്ടറെ കയ്യിൽ എടുക്കാനുള്ള ആ ഒരു കഴിവൊക്കെ നിന്നെ കൊണ്ട് ഉണ്ട് ശിവാനി. പിന്നെ ആൻറ്റി എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എന്നാലും ഇതൊരു ഒന്നൊന്നര ഐഡിയ തന്നെയായി. ഇങ്ങനെ ഒരു തിരിച്ചടി അവൾക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. എന്തായാലും പഴയ പ്രണവും ഗൗതവും തന്നെ ആയി മാറിയിരിക്കുന്നു. ഇനി അവളെ ഈ വീട്ടിൽ നിന്നും ഇറക്കാനുള്ള ആ ഒരു വഴിയും കൂടി നീ നോക്ക്. അതൊക്കെ ആൻറ്റി ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ചിന്താമണിക്ക് വിളിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ശിവാനിയുടെ അമ്മക്ക് വിളിക്കുമ്പോൾ, ആ മോളെ നീ എന്നെ ഓർത്തല്ലോ, നീ എന്താ വിളിച്ചത്? അമ്മ കൂടുതലായിട്ട് എന്നോടൊന്നും സംസാരിക്കണ്ട. അമ്മ കല്യാണം കഴിഞ്ഞ് അന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ, പിന്നെ അമ്മ എന്നെ വിളിക്കുകയോ എൻ്റെ അടുത്തോട്ടൊന്ന് വരികയോ ഈ മകളുണ്ടെന്ന് അറിയുകയോ എന്തെങ്കിലും അമ്മ ചെയ്തിട്ടുണ്ടോ? എന്താ മോളെ നീ വിളിച്ചത്? നിനക്ക് വല്ല വിശേഷമുണ്ടോ? ശരി, അമ്മ സംശയിച്ചത് തന്നെയാണ് ശരി, എനിക്ക് വിശേഷമുണ്ട്. എങ്കിലെങ്കിലും നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരൂ. മോളെ നീ പറയുന്നത് സത്യമാണോ? ആ അമ്മേ, എനിക്ക് വിശേഷമുണ്ട് മോളെ. നിന്നെ കാണണമെന്നും നീ ആ വലിയ വീട്ടിൽ കഴിയുമ്പോൾ എനിക്ക് നിൻ്റെ കൂടെ കഴിയണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നിൻ്റെ അച്ഛൻ എന്നെ ഇവിടെ കെട്ടിയിട്ടതുപോലെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. നീ ചെന്നാൽ നിധിയുടെ ജീവിതം തകർക്കുമെന്നും പറഞ്ഞിട്ട്. അമ്മേ, നാളെ എന്തായാലും അമ്മക്ക് ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുമോ? തീർച്ചയായും ഞാൻ വരും. കാരണം നിനക്ക് വിശേഷമുണ്ടെന്ന് അറിഞ്ഞിട്ട് ഞാൻ വരാതിരുന്നാൽ എന്നെ പിന്നെ എന്തിനാ പറ്റുക? എന്നെ ഒന്നിനും പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മോളെ കാണാൻ ഞാൻ നാളെ എത്തിയിരിക്കുമെന്ന് പറയാനിട്ടാ. അങ്ങനെ ഇനി ശിവാനിയുടെ അമ്മ വരികയാണ്. ഇതേ സമയം നിധിയാണെങ്കിൽ വളരെ ടെൻഷനിലായിരിക്കും. ആ സമയം ഗൗതം കയറി വരുന്നുണ്ട്. ഗൗതം പറയുന്നുണ്ട്, നീ ഉറങ്ങുന്നില്ലേ നിധി എന്ന് ചോദിക്കുന്നതൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ തന്നെ നിധി, നിന്നെ ഞാൻ വിളിച്ചത് കേട്ടില്ലേ? ഞാനിവിടെ വന്നത് നീ അറിഞ്ഞില്ലേ? ഇല്ല ഗൗതം എപ്പോഴാണ് വന്നത്? ഇപ്പോഴും നിന്റെ ടെൻഷൻ വിട്ടില്ലല്ലേ? അത് കേൾക്കുന്ന നിധി, ഞാൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ കളയാൻ കൂട്ടു നിൽക്കില്ലെന്ന് നിനക്കറിയില്ല ഗൗതം. എനിക്ക് അത് ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷനാവുന്നു. അത് തന്നെയാണ് നിന്നോട് ഞാൻ ചോദിക്കാൻ വന്നത്. അതെ, നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ആരോടെങ്കിലും സംസാരിക്കുകയോ എവിടെയെങ്കിലും നിന്റെ ബാഗ് വെക്കുകയോ നീ എങ്ങോട്ടെങ്കിലും പോവുകയോ എന്തെങ്കിലും ചെയ്തോ? ഇല്ല, ഞാൻ നേരെ പോയത് മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് എന്ന് ഗൗതം പറയുന്നു കേട്ടോ. അപ്പം നിന്റെ ബാഗ് മെഡിക്കൽ സ്റ്റോറിൽ അവിടെ എവിടെയെങ്കിലും വെച്ചിരുന്നോ? ഇല്ല, അതെൻ്റെ തോളിൽ തന്നെയായിരുന്നു. പിന്നെ എങ്ങനെ ആ പ്രിസ്ക്രിപ്ഷൻ നിന്റെ ബാഗിൽ വന്നു? അതാണ് എനിക്കും മനസ്സിലാവാത്തത്. അത് തന്നെയാണ് ഗൗതം ഞാനും ആലോചിക്കുന്നത്. എന്താണ് ഇതിനിടയിൽ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പോൾ ആ പയ്യൻ നിനക്ക് ലിസ്റ്റ് തരുമ്പോൾ അവനെ എന്തെങ്കിലും ചെയ്ത് നിന്റെ കൈകളിൽ തന്നതാണോ? അതൊന്നുമില്ല. എന്നാൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. നിനക്ക് എന്തെങ്കിലും അവിടെ പന്തികേടായി തോന്നിയിട്ടുണ്ടോ? ആ മരുന്നെടുക്കുമ്പോഴെങ്കിലും നീ ഓർത്തു നോക്ക്. ആ സമയം നിധി പറയാം, മരുന്നെടുക്കുന്ന സമയത്ത് എനിക്കൊരു ഫോൺ കോൾ വന്നിരുന്നു. ആരുടെ ഫോൺ കോൾ? അത് ഞാൻ ആ ബ്ലൗസ് അടിക്കാൻ കൊടുത്തിരുന്ന അക്കാര്യത്തെക്കുറിച്ച് ഇത് തന്നെയാണ് നിന്റെ പ്രശ്നം. ആ ഫോൺ കോൾ വന്ന ആ സമയം കൊണ്ട് ആ മെഡിക്കൽ സ്റ്റോറിലെ പയ്യനെ ശിവാനി സമീപിച്ചിരിക്കുന്നു. അവനും അവളുമായി നടത്തിയ ആ നാടകമാണ്. തീർച്ചയായും ഇത് നമുക്ക് കണ്ടെത്താം, ഇത് നമുക്ക് പൊളിച്ചെടുക്കാം. അത് കേട്ട ഉടനെ ഗൗതം, എന്താ അങ്ങനെ ഒരു സംശയം തോന്നാൻ? അല്ല, ഇത് മനഃപൂർവ്വം നിന്നെ ഇതിൽ കുരുക്കിയതാണ് അവൾ നിന്നെ ഇവിടെ നിന്നും പുറത്താക്കാൻ പുതിയ നാടകം കണ്ടെത്തിയതാണ്. അതെനിക്ക് നന്നായി തോന്നുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ നിനക്ക് ഇതിൻ്റെ ബുദ്ധി തെളിയുമെന്ന് നിധിയോട് പറയണം കേട്ടോ. ഇനി എന്തായാലും മെഡിക്കൽ സ്റ്റോറിലോട്ട് പോകുന്ന ആ രംഗമാണ്. അപ്പോൾ അതിന് മുന്നേ ശിവാനിയുടെ അമ്മ വരുന്നുണ്ട്. അമ്മ വന്ന് ഇവരെ അടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ ഇന്ന് ഇട്ട വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിധി ശിവാനിയെ കൊണ്ട് തന്നെ തത്ത പറയിക്കുന്നത് പോലെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ആദ്യം മുതൽ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ശിവാനി തന്നെ പറയുന്ന ആ കിട് സീനാണ് കേട്ടോ ഇനി കാണാനിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ റീമേക്കിലുള്ള സ്റ്റോറിയാണ്. ഇതുവരെയും ഈ റീമേക്കിലെ സ്റ്റോറി തന്നെയാണ് മലയാളത്തിലും വന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നും കള്ളമല്ല, ഒക്കെ യാഥാർത്ഥ്യമാണ്. അത് തന്നെയാണ് നടക്കുന്നത് കേട്ടോ.